നമ്മുടെ റെസിപ്പി വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പരിപ്പും തേങ്ങയും സാമ്പാർ പൊടിയും ഒന്നും ഈ സാമ്പാറിന് ആവശ്യമില്ല. കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ നൽകിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ചെറിയ കഷ്ണം ചേനയാണ്. നമ്മൾ ഈ സാമ്പാറിന് പരിപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. പരിപ്പിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചേനയാണ്. ഞാനിത് കുറച്ച് വലിയ പീസുകളായിട്ടാണ് മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ പീസുകളായും മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ ടൈമിൽ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസുകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമുക്ക് ഈ ചേന വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുക്കേണ്ടതാണ്. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ എടുക്കണം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർക്കാം. ഞാനിതിനു വേണ്ടി എടുത്തത് കോവക്ക, കുമ്പളങ്ങ, മുരിങ്ങക്കായ്, റാഡിഷ്, വെണ്ടക്ക, ചുരക്ക, തക്കാളി, ഇത്രയും വെജിറ്റബിൾസാണ്. ഞാനിതിൽ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കാം. നമ്മളിതിൽ പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്നൊരു സാമ്പാറാണ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഉരുളൻകിഴങ്ങും ഒഴിവാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചേന ഇവിടെ വെന്ത് വന്നു. ഇനി ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. 1.5 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഈ ടൈമിൽ ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിളും 3 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ ചൂടുവെള്ളം ചേർത്തത് എൻ്റെ കയ്യിൽ ചൂടുവെള്ളം സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ്. ഇതിൽ ചൂടുവെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിതിൽ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പുളി ഉപയോഗിക്കാം. നിങ്ങൾ പുളിവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ പുളിവെള്ളം കഴിച്ച് ബാക്കിയുള്ള വെള്ളം ചേർക്കാവൂ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാറിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 10 ചെറിയ ഉള്ളിയാണ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ഉള്ളി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെള്ളുള്ളിയും എടുത്ത് നമുക്കിതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവയാണ്. ഇത് ഒട്ടും ഓയിൽ ചേർക്കാതെ ഗോൾഡൻ കളറിലൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഗോൾഡൻ കളറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ ഒരു വിസിൽ വന്നു. ഇതിൻ്റെ പ്രഷർ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. പ്രഷർ പോവാൻ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ പാകത്തിന് വെന്ത് വന്നു. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർക്കാം. ഞാൻ വറുത്ത് വെച്ചിരുന്ന ഉലുവ ഇവിടെ പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തു. ഇനി ഇത് സാമ്പാറിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളവും ഞാൻ ഈ ടൈമിൽ ഇതിൽ ചേർത്തു.
ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും 1 സ്പൂണ് കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഇതിൽ ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്തെടുക്കണം. എനിക്കിതിൽ ഉപ്പും പുളിയൊന്നും ആവശ്യം വരാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പം ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് നല്ല സ്മെല്ലാണ് ഈ ടൈമിൽ വരുന്നത്. വെള്ളുള്ളിയും ഇഞ്ചിയും വറുത്തെടുത്ത് ബാക്കിയുണ്ടായിരുന്ന വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. ഇപ്പം നമ്മുടെ സാമ്പാർ താളിച്ചെടുത്തു. ഇനി 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു സാമ്പാറാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.